ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കളൊക്കെ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് തന്നെ വിശ്വസിച്ചോ. ഇത് തന്നെ നാവി പറഞ്ഞു. എൻ്റെ മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകും. ഇത് എൻ്റെ തലമുറ ദൈവജനം എന്നറിയപ്പെടും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ സംഭവിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കഷ്ടകാലം അങ്ങനെ പറയുന്നത് കേട്ടോ. അത് കഷ്ടകാലം വരും എൻ്റെ യേശു. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്യാൻസലായി പോട്ടെ. അപ്പോൾ നമ്മൾ നല്ലത് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരും പറയും നിത്യജീവൻ്റെ വചനം പറയണമെന്ന്. വചനം എന്ന് പറഞ്ഞാൽ അപ്പടി നിത്യജീവനാട്ടോ. ഞാനത് എടുത്തു വെച്ച് പറഞ്ഞല്ലോ. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുക എന്നത് തന്നെ നിത്യജീവൻ. ദൈവത്തിനെ അറിയുക എന്ന് പറയുമ്പോൾ യേശു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ട് കണക്കാക്കാതെ യേശു എന്ന് പറഞ്ഞ വചനമാണ്. വചനം നമ്മുടെ നാവി പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ ക്രിയ ചെയ്യും. അങ്ങനെയാണ് ഈ രോഗസൗഖ്യമൊക്കെ യേശു അന്നേരം കണ്ടില്ലേ. രോഗികളെയൊക്കെ സൗഖ്യപ്പെടുത്തിയ നാവിൽ ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് ആ വാക്കുകളാലാണ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. ദൈവം ലോകം സൃഷ്ടിച്ചൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വചനത്തിനാണ് ജീവനുള്ളൂ. വചനമാണ് ദൈവം. അപ്പോൾ അത് നമുക്കിടെ അത് ബോധ്യം വരുമ്പോൾ നമ്മുടെ ജീവിതം മാറി വരും കേട്ടോ. അല്ലാണ്ട് ഈ ആചാരവും അനുഷ്ഠാനവും അങ്ങനെയൊക്കെ അത് കുഴപ്പമില്ല. അല്ല, ഞാൻ പറയുന്നത് ഞാൻ അതിൽ കിടന്നതാണ്. ഇപ്പോൾ സത്യദൈവം വചനമാണ് ദൈവം എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് എല്ലാവരും ഇത് അറിയണം എന്നൊരാഗ്രഹം വരില്ലേ. അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ ഗീവ് അവയുടെ കാര്യം പറയട്ടെ. അപ്പം നമ്മുടെ രേവതി വെഡ്ഡിങ് കളക്ഷൻ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, ഇൻസ്റ്റ, യൂട്യൂബ്, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ നിന്ന് എടുക്കുന്നവർക്ക് ഡിസംബർ 31 1000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ എല്ലാത്തിൽ നിന്നുണ്ട് കേട്ടോ. പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഫോളോ ചെയ്ത് ഇതുപോലെ തന്നെ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഡയമണ്ട് റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇപ്പം ഹെയർ ട്രീറ്റ്മെൻറ്റ് മാത്രം 15 ആട്ടോ, 50 അല്ല കേട്ടോ. പിന്നെ അത്രയും. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വരിക. അപ്പോൾ നമുക്ക് സാരിയുടെ കളക്ഷൻ കാണാം. ഇവരല്ലെങ്കിൽ ബഹളം വെച്ചോണ്ടിരിക്കും. ഇത് നമ്മളൊന്ന് കാണിച്ചതാണ്. എന്നിട്ട് റീസ്റ്റോക്ക് വന്നായിരുന്നു. അതും പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അത് റീസ്റ്റോക്ക് വരുത്തിയപ്പോൾ കുറച്ച് എടുക്കാൻ കിട്ടിയത്. റീസ്റ്റോക്ക് വന്നൊക്കെ പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. 2999 രൂപ കഥാൻ സാരി. സൂപ്പറാട്ടോ. ശരിക്കും ഇത് എൻ്റെ ഒറിജിനലിൻ്റെ അതുപോലെ തന്നെ തോന്നിക്കും. ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് അരികത്ത് ഇങ്ങനെ ബോർഡർ ആട്ടോ. പ്ലെയിൻ വന്നിട്ട് അരികത്ത് ജെറിയാണ്. ബ്ലൗസ് പീസ് ഇതാണ്. അരികത്ത് ഇങ്ങനെ സെറി യേശപ്പ ഞാൻ അറിയാണ്ടിങ്ങനെ എന്താണ് ഇതിൻ്റെ ബോർഡർ കളറൊക്കെ ചേഞ്ച് കേട്ടോ. ഇത് മുറും നല്ല സാരിയാട്ടോ. അടിപൊളി സാരിയാണ്. പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ കല്യാണ സീസണിൽ ഇപ്പോൾ വില കുറഞ്ഞ സാരിക്ക് ഇപ്പം ഇങ്ങനത്തെ സാരിയാണ് എല്ലാവരും എടുക്കണേന്ന് തോന്നുന്നു. ഒരുമാതിരി മിക്കവരും എല്ലാവരും പറയും സാരിക്ക് വില കൂടുതൽ. ഇതിൻ്റെ ഒറിജിനൽ 25,000 രൂപ. അത് മേടിക്കണതിന് ആർക്കും വിഷമയില്ലേ. സ്വർണം മേടിക്കണ പറയും അയ്യോ സ്വർണത്തിന് എന്ത് വില, അതിന് വില കയറിയാലല്ലേ നമ്മുടെ കഴിക്കണത് വിറ്റാൽ കാശ് കിട്ടുമല്ലോ. മേടിച്ചതിന് വില കയറട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ പണിക്കൂലിയും കുറച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. പണിക്കൂലിയൊക്കെ 2-3 മാസം കൊണ്ട് തീർന്നു പോവും. കൈ വയ്ക്കണത് വിറ്റാൽ ഇരട്ടി കാശും കിട്ടൂലേ. വില കൂടട്ടെ. അയ്യോ സ്വർണത്തിന് എന്ത് വിലയാണ്, അത് കാരണം ഞങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറയും. പെട്ടെന്ന് എടുത്തോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാരിയുടെ വില അറിയാൻ പാടില്ലാന്ന് പറഞ്ഞില്ലേ. അത് ശരിക്കും ഞാൻ അഭിനയിച്ചാൽ കേട്ടോ, പ്രോമിസായിട്ട്. അങ്ങനെ വേറെ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ പാടില്ല. ഞാനിങ്ങനെ കള്ളം പറഞ്ഞാലും അഭിനയിച്ചാലും എല്ലാവരും കണ്ടുപിടിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ പണ്ട് മുതൽ നമ്മൾ ഈ നുണ പറയില്ലേ പിള്ളേരെല്ലാം കൂടെ കൂടുമ്പോൾ. അപ്പോൾ ആദ്യം എന്നെയാണ് പിടിക്കണേ, എൻ്റെ അമ്മാവനും എൻ്റെ അപ്പനും ഒക്കെ. അപ്പോൾ എന്നിട്ട് ഞാൻ ഉള്ള സത്യം വിളിച്ചു പറയും. എല്ലാവർക്കും അടി കിട്ടും. അപ്പോൾ വിളിച്ചു പറയണേ എൻ്റെ മുഖത്ത് നോക്കി അവരിറക്കും. അത് ശരിക്കും എനിക്ക് അതിൻ്റെ വില അറിയാൻ പറ്റുന്നത്. അതിന് മുമ്പ് നമുക്ക് ഒരു സാരിയിലും ഒരു ഷോളിലൊക്കെ അവത്താൻ പറ്റി വിലയിട്ടപ്പോൾ.
അപ്പോൾ എൻ്റെ കാശ് പോയി. വിളിച്ചു പറഞ്ഞു ആ വിലയ്ക്ക് എല്ലാവരും വെബ്സൈറ്റിലൊക്കെ എടുത്തു പോയായിരുന്നു. അത് കാരണം അങ്ങനെ, അല്ലാണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ തുണി അപ്ലൈ എടുക്കുമെങ്കിൽ ഓരോന്നിലും അങ്ങനെ അപ്ലൈച്ചാൽ മതിയല്ലോ. നല്ല സാരി കേട്ടോ, ഫുള്ള് ഇത്രയും വർക്ക്, സോഫ്റ്റ് സിൽക്ക്, പ്ലെയിൻ ബ്ലൗസ്. ഇതേ ഉണ്ടോ എത്രയാ ഇത്? ആ വിലയ്ക്ക് ഭയങ്കര നല്ല കേട്ടോ. 1599 രൂപയുള്ളൂ. ആ മെറ്റീരിയലൊക്കെ കാണാൻ പറ്റണ്ടേ. ഫുള്ള് ഇങ്ങനെ ബുട്ടയുണ്ടേ. ഒരു വശത്തെ എംബ്രോയിഡറി 1599 രൂപയുള്ളൂ. അടിപൊളിയാണ്, നല്ലതല്ലേ? പെട്ടെന്ന് എടുക്കും. ഈ വിലയ്ക്ക് സാധനം നല്ലതാ. പ്ലെയിൻ ബ്ലൗസ് പീസാണ്, ഫുള്ള് വർക്കുണ്ട്. 1500 ഉള്ളൂ. ഇതൊക്കെ നല്ല കളേഴ്സോ, പെട്ടെന്ന് തീരും കേട്ടോ. വെബ്സൈറ്റിൽ എടുക്കുന്നവർ വെബ്സൈറ്റിൽ എടുത്തു, അല്ലെങ്കിൽ 4 ഓൺലൈൻ നമ്പറുണ്ട്. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. വാട്സപ്പ് കോൾ വിളിച്ചാൽ മതിയേ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടണം കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവരെ. ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ, ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാ. ഇപ്പം ഇങ്ങനത്തെ എംബ്രോയ്ഡറി, ബനാറസ്, കഥാൻ, ഇങ്ങനെയൊക്കെയാണ് അപ്ഡേഷൻ. ഫുൾക്കാരി, കട്ട് വർക്ക്, ഇതെല്ലാം തന്നെ ഇന്ന് ഒത്തിരി വില കുറഞ്ഞൊന്നുമില്ല. എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ സാരിക്കാരി അധികം മണ്ണ. നല്ല കളർ ചാർട്ടുകളാട്ടോ. ഇത് കാണിച്ചിട്ട് കാരണം പ്ലെയിൻ എല്ലാം കൺഫ്യൂഷൻ വരുന്നത്. മൊഡാലിൻ്റെ ഒരു സാരി, നല്ല അജ്രക് പ്രിന്റിലുള്ള മൊഡാല്. വലിയ വിലയില്ലെന്ന് തോന്നുന്നു. വില എന്നാ 1799. 1899, 1899. നല്ല സുഖാട്ടോ, നല്ല കൂളിങ്. അജ്രക് പ്രിന്റും ബ്ലൗസ് പീസോ? ആ, ബ്ലൗസ് പീസ് ഇത്. അടിപൊളിയാട്ടോ മൊഡാല്. ഇതിൻ്റെ കളേഴ്സ് കണ്ടാൽ പോരെ, നല്ല റെഡ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും റെഡ് കൊടുക്കുമ്പോൾ ഫേസിന് ഒത്തിരി നല്ലതാട്ടോ. ഭയങ്കര രസമല്ലേ? ഇത് രസമല്ലേ? ജയറാമിൻ്റെ മോന റെഡിഷ് ഇതൊക്കെ ഇട്ട് കല്യാണത്തിനൊക്കെ സ്തോത്രം. പെങ്കച്ചിനെ കാണാൻ നല്ല രസമല്ലേ? ചിരിയൊക്കെ. സൗന്ദര്യം എന്ന് പറയണ ചിരി, സന്തോഷം, ക്യാരക്ടറാണ്. വെളുപ്പും ഗ്ലാമറൊന്നും അല്ലല്ലോ. ചിരിക്കാത്ത മനുഷ്യല്ല. ഇത് കേട്ട് അവരെല്ലാവരും ഇവിടെ നിന്ന് ചിരിക്കുക. അത് സത്യമാട്ടോ. ഈ ചിരിക്കാത്ത എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ പേടിച്ചു പോകും എന്നെ കണ്ട്. ഇതേ 2 വശം കട്ട് വർക്ക്. ഇതിനു മുമ്പ് നമ്മൾ 1 വശം കട്ട് വർക്ക് കാണിച്ചായിരുന്നു. 1999. നല്ലതാട്ടോ, ഭയങ്കര ഡിമാൻഡാണ്. നമുക്ക് ഫുൾക്കാരി ഒന്നാമത് റണ്ണിങ് പോലും ഇപ്പോൾ കിട്ടാനില്ല. എനിക്ക് തോന്നി അവർ ഈ കട്ട് വർക്കുകാർ ബ്ലൗസിൻ്റെ അരികത്ത് ഇങ്ങനെയുണ്ട്. എല്ലാവരും ഈ കട്ട് വർക്കുകാർ ഇതെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഈ റണ്ണിങ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ കിട്ടാനില്ല. നീ മറ്റേ 5-8 റോളൊക്കെ അങ്ങനെ കിട്ടുമായിരുന്നു. ഒന്നാമത് റോള് മേടിക്കുമ്പോൾ അതിൽ ഇച്ചിരിയൊക്കെ ഡാമേജ് വന്ന് അങ്ങനെയൊക്കെ തലവേദനയാണെന്നൊക്കെ പറഞ്ഞാണ്. അതിൻ്റെ കളേഴ്സേ 1999. നല്ല കളേഴ്സ്, നല്ല സാരി ആട്ടോ. അത്രയും കട്ട് വർക്ക് ഉണ്ടെന്നാണ് 2 വശവും. അത്രയും വിലയേ ഉള്ളൂ, 2000 രൂപയേ ഉള്ളൂ.
മുന്തിരി കളർ. സാരിക്കും തുണിക്കൊന്നും വലിയ വില കയറുന്നില്ല അല്ലേ? ഇത്രയും കട്ട് വർക്കിന് ഈ വിലയല്ലേ ഉള്ളൂ. ബ്ലാക്ക് ഫുൾ കട്ട് വർക്ക്. ആ റെഡിഷ് മെറൂൺ എന്ന് പറയാം അല്ലേ? റാണി പിങ്ക് എന്ന് പറഞ്ഞ പോലെ റാണി റെഡാ. ഞാൻ തമാശ പറഞ്ഞല്ലേ, ഈ റെഡിന് അങ്ങനെയാ പറയണേ. അടിപൊളി. ബോട്ടിൽ ഗ്രീൻ. പെട്ടെന്ന് എടുത്തോട്ടോ, ഈ കട്ട് വർക്കിന് ഭയങ്കര ഡിമാൻഡാ. ഇന്ന് വന്നവരൊക്കെ പറഞ്ഞ പോലെ ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ കിട്ടില്ലെന്ന് അറിയാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ എല്ലാവരും ഓടിയോടെയാ. വാർലി പ്രിന്റ്. ഈ വാർലി പ്രിന്റ് കണ്ട് ഞാൻ ചാടി എടുത്തതാട്ടോ. കനം ഒട്ടുമില്ല കേട്ടോ. 999 ഉള്ള ക്രിസ്മസ് സമ്മാനം കൊടുക്കാനൊക്കെ എപ്പോഴും ഇപ്പോൾ ആൾക്കാർ എടുക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഈ തവണ ഓണത്തിന് പകരം ക്രിസ്മസ് ആഘോഷിക്കുമെന്നാണോ? ഓണം ആഘോഷമൊക്കെ കുറവല്ലായിരുന്നോ? ഇതേ ബ്ലൗസ് പീസ് നല്ല വെറൈറ്റി ആട്ടോ. ഇതാ ബ്ലൗസ് പീസ് 999 ഉള്ളൂ. കനവും ഇല്ല. നിഴലടിക്കുമോയെന്ന് നോക്കാം. നിഴലും അടിക്കില്ല. ശരിയൊക്കെ അടിക്കാം. അടിച്ചാൽ ഇപ്പം പ്രശ്നമൊന്നുമില്ല. വേറെ പ്രിൻ്റ് വ്യത്യാസം. ഇത് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടതാണ്. കുറേ നമ്മൾ വിറ്റതാണ്. അപ്പോൾ കുറേ പുതിയ വീഡിയോയിൽ ഒത്തിരി പേര് പുതിയവർ കാണുന്നുണ്ടല്ലോ. എന്ത് രസമല്ലേ. ഞാനിതിൻ്റെ ഒറിജിനൽ 15,000 നമ്മുടെ കടവ് കാരണത്തിന് അത് കോൺട്രാസ്റ്റും അല്ലാന്ന് തോന്നുന്നു അല്ലേ? എന്ത് രസമാണെന്ന് നോക്കി. ഗ്രീൻ സിൽക്കിൽ ബനാറസ് ബോർഡർ. ഈ പ്ലെയിൻ വിത്ത് ഇങ്ങനെ ബോർഡർ ഭയങ്കര ട്രെൻഡാട്ടോ. 1999 തന്നെ. 90-99 അല്ലേ? 1990 അല്ലേ? ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആണോ? ആ ഗ്രീൻ്റെ അരികത്ത് ഇങ്ങനെ ബനാറസ് ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ ഭയങ്കര ട്രെൻഡാട്ടോ. എന്നിട്ട് നമുക്കൊരു ഓർണമെൻറ്റ്സിനൊക്കെ നല്ല പ്രസക്തിയാണ് കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ഇടാനേ. എൻ്റെ സത്യം പറയട്ടെ, എനിക്കിങ്ങനെ നടുക്ക പ്ലെയിനും ബോർഡറുമാണ് പണ്ട് മുതലേ ഹരം. എനിക്ക് വേണം. ഞങ്ങളുടെ കാലത്തൊക്കെ അധികം സാരികൾ ഇങ്ങനെയായിരുന്നു. ആ മനസ്സ് അവിടെ ആയിട്ടായിരിക്കും. അന്നത്തെ കാലത്ത് അധികവും ഈ നടുക്ക പ്ലെയിനും ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കളറൊക്കെ എനിക്കിങ്ങനെ എന്നിട്ട് നല്ല കളറും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ. ഇതെല്ലാം കളറും ഉണ്ട് കേട്ടോ. ഉള്ളിൽ തിണ്ടിൻ്റെ കളറ് നേവി ബ്ലൂ കോൺട്രാസ്റ്റ്. മഞ്ഞ റെഡും. ഇങ്ങനത്തെ സാരി കൊടുത്ത് ആരെയും നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പേസ്റ്റ് ചാട്ട് കൊടുത്ത് നിൽക്കരുത് കേട്ടോ. നമ്മൾ ഡിമ്മായിട്ട് പോകും. ഫോട്ടോയിൽ ഇതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഞാൻ എല്ലായിടത്തും ഇടിവെട്ടി കളർ സാരി കൊടുത്താൽ പോണേ. ചിരിക്കാൻ പറ്റില്ല. ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ചിലരുടെ പുറകിൽ ഇറക്കി നിർത്തുന്നേ. ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ബ്രൈറ്റ് കളറിൽ അപ്പോൾ പുറകിൽ നിൽക്കാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. രസമാണ്. എനിക്ക് എല്ലാത്തിനും ഇടിവെട്ടി കളറില്ലേ എനിക്ക് അപ്പടി എനിക്കിഷ്ടം അങ്ങനത്തെ കളർ. ഇത് കണ്ടോ, ലിനൻ്റെ സാരി ഫുൾ എംബ്രോയ്ഡറി. ഇതേ 890 കേട്ടോ. നല്ല പ്ലെയിൻ ബ്ലൗസ് പീസും നല്ല രസമുള്ള സാരി കേട്ടോ. ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറി ഇല്ലേ, അതൊരു രസമാണ്. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ഉള്ളിയിട്ടൊക്കെ ഇല്ലേ എംബ്രോയ്ഡറി? ഉണ്ടല്ലോ. ആ ഉണ്ട്. ഉള്ളിയിട്ട് അകന്നകന്നാണോ? ആ ഉള്ളിയിട്ട് അകന്നകന്ന. ഇവിടം വരെയാണ് ഇങ്ങനെ അടുപ്പിച്ച് വലിയ പൂക്കൾ. അത് കഴിഞ്ഞ് ഈ ഡിസൈൻ ഇങ്ങനെ പോവുക കേട്ടോ.
അകത്ത് കുഞ്ഞു പൂക്കൾ 890. അതിൻ്റെ കളേഴ്സ് ഇതെല്ലാം കളറാന്ന് നോക്കി. ഇത് ഉടുക്കാനും നല്ല സുഖം, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല സുഖം. ഈ വിലയ്ക്ക് ഇതിനെൻ്റെ സാരി ആകുമ്പോൾ ചൂടില്ല, കനയില്ല. ഇത് ഒറിജിനൽ ലിനൻ അല്ല കേട്ടോ, ഇച്ചിരി മിക്സിങ് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് കിട്ടുമോ? $890. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റ്, ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്ത് എനിക്കൊരു തരം അനുഗ്രഹം. ഇന്നൊരു വലിയ സന്തോഷം ഉണ്ടായി. തിരുവല്ലേന്നൊക്കെ വന്ന് നമ്മുടെ ഓൺലൈൻ കസ്റ്റമർ നമ്മളധികം കാണില്ലോ, അവരെല്ലാവരും അവർക്കെല്ലാവർക്കും ഭയങ്കര അറിയാട്ടോ. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി കസ്റ്റമറെ പിടിച്ചിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മളറിയാത്ത ഓൺലൈൻ കസ്റ്റമേഴ്സ് എൻ്റെ ചോദിച്ചു. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.